അൽമുക്താദിർ ജ്വല്ലറിയിലെ ആദായ നികുതി റെയ്ഡിൽ കേരളത്തിൽ മാത്രം കണ്ടെത്തിയത് 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ്. ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെ റെയ്ഡ് തുടരുകയാണ്. സംസ്ഥാനത്തെ 30 കടകളിലാണ് പരിശോധന. ഞാൻ ഒരു വർഷം മുമ്പ് ബുക്ക് ചെയ്തിട്ടാണ്. പണിക്കിഴിവ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടും ബിസിനസ് ലാഭം തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ എൻ്റെ മകളുടെ സ്വർണം ഇവിടെ നിക്ഷേപിക്കാൻ കാരണമായത്. നമസ്കാരം. ടോക്കേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നൊരു വലിയ നിക്ഷേപ തട്ടിപ്പിന്റെ കാഴ്ചയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിക്ഷേപ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ സ്വർണം ഉപയോഗിച്ച് നിക്ഷേപങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവർ തട്ടിപ്പ് നടത്തുകയായിരുന്നു. നമ്മുടെ കേരളത്തിലുടനീളം ഇപ്പോൾ ഒരു വാർത്ത കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാ മാധ്യമങ്ങളിലും ഈ വാർത്ത വരാൻ ചാൻസ് ഇല്ല. എന്തെന്നാൽ അതെല്ലാം ഇവരുടെ പരസ്യങ്ങൾ കൊടുക്കുന്ന പല വാർത്താ മാധ്യമങ്ങളും അതുപോലെ ചാനലുകളിലും ഈ ന്യൂസ് നിങ്ങൾ കേൾക്കുവാൻ സാധ്യതയില്ല. ഇന്നു മുതൽ അൽമുക്താദിർ ജ്വല്ലറിയുടെ 30ഓളം ഷോറൂമുകൾ കേരളത്തിൽ തുറക്കുന്നില്ല. തുറന്നു കഴിഞ്ഞാൽ തന്നെ അവർ ഡിസ്പ്ലേ സ്വർണ്ണങ്ങളെല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല എന്നാണ് കസ്റ്റമേഴ്സിന്റെ വെളിപ്പെടുത്തൽ. എന്തുകൊണ്ടാണ് ഇതൊരു നിക്ഷേപ തട്ടിപ്പായിരുന്നു. പണിക്കൂലിയില്ലാതെ സ്വർണം വാങ്ങാമെന്ന വ്യാജേന ഇവർ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് തട്ടിപ്പ് നടത്തുകയായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ 2 ആഴ്ച മുമ്പ് ഇവരുടെ ഷോറൂമുകളെല്ലാം തന്നെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നിരുന്നു. അതിന്റെ ഫലമായിട്ട് 380 മുതൽ 400 കോടി രൂപ വരെ ഇവർ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യാനുണ്ട്. അതിന്റെ നിക്ഷേപ തട്ടിപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരാൻ ഇടയായത്. ഈ നിക്ഷേപ തട്ടിപ്പിലൂടെ കസ്റ്റമേഴ്സിനെ സ്വീകരിക്കുകയും അവരുടെ കയ്യിലുള്ള നിക്ഷേപങ്ങൾ അതുപോലെ വൻ തുകകളാണ് ഇവർ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ടുള്ളത്. അഡ്വാൻസ് ആയി വാങ്ങിയ തുകയ്ക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സ്വർണം അതേ വിലയിൽ ഞങ്ങൾ നൽകിക്കൊള്ളാം, കൂടുതൽ മൂല്യമുള്ള സ്വർണം ഞങ്ങൾ അതേ വിലയിൽ തന്നെ നൽകിക്കൊള്ളാം എന്ന് ഇവർ വാഗ്ദാനം കൊടുത്തിരുന്നു. അതിന്റെ ഫലമായിട്ട് ഇപ്പോൾ ഈ റെയ്ഡുകൾ നടക്കുന്ന സമയത്ത് തന്നെ ജനങ്ങൾ ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല. ഇവരുടെ ഷോറൂമുകൾ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞിരുന്നത് എല്ലാം ശരിയാവും, ഞങ്ങളെല്ലാം ശരിയാക്കും, ഇതിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ അവസ്ഥയിൽ തന്നെയാണ് പോകുന്നത്, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല, നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഞങ്ങളത് സോൾവ് ചെയ്യും എന്നുള്ളൊരു വാഗ്ദാനം ഇവർ നിക്ഷേപകർക്ക് കൊടുത്തിരുന്നു. അതൊന്നും പാലിക്കപ്പെടാതെയാണ് ഇപ്പോൾ ഷോറൂമുകൾ അടച്ചിട്ടിരിക്കുന്നത്. ഇന്ന് തന്നെ കുറെ കസ്റ്റമേഴ്സിന്റെ പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. ഷോറൂമുകൾ തുറന്ന ശേഷവും കസ്റ്റമേഴ്സ് ചെന്നതിന് ശേഷം അവിടെ ഷോറൂമുകൾ തുറന്നിട്ടിരിക്കുന്നു. പക്ഷേ ഡിസ്പ്ലേയിൽ സ്വർണ്ണങ്ങളൊന്നും വെച്ചിട്ടില്ല. അവിടെ മാനേജറുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുമായി സംസാരിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ സ്വർണ്ണം ഡിസ്പ്ലേ ചെയ്യുന്നില്ല, ഞങ്ങൾ അടുത്ത ഷോറൂമിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു കോഴിക്കോടിൽ നിന്നും പാലക്കാടിൽ നിന്നും തിരുവനന്തപുരത്തേക്കൊക്കെ കസ്റ്റമേഴ്സിനെ അയച്ചിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ അൽമുക്താദിർ ജ്വല്ലറിക്ക് വന്നിരിക്കുന്നത്. ഇവർ പക്ക ഫ്രോഡുകളായിട്ടാണ് ഇതിനു മുൻപും ഇവർ കളിച്ചിരുന്നത്. ചെറിയ ഷോറൂമുകളായിട്ടാണ് ഇവർ തുടങ്ങിയിട്ടുള്ളത്. വലിയ വലിയ നഗരങ്ങളിൽ ചെറിയ ഷോറൂമുകളായിട്ട് തുടങ്ങുകയും അത് വിപുലീകരിച്ച് പിന്നെ വലിയ ഷോറൂമുകളായിട്ട് ഓപ്പൺ ചെയ്തു വരികയുമായിരുന്നു ഇവർ. നിക്ഷേപകരിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിച്ച് വൻതോതിൽ നല്ല മൂല്യമുള്ള സ്വർണ്ണങ്ങൾ നിങ്ങളുടെ ഈ തരുന്ന ക്യാഷിന് ഞങ്ങൾ നിങ്ങൾക്ക് നൽകാമെന്ന വാഗ്ദാനത്തോടെയാണ് കസ്റ്റമേഴ്സിനെ ഇവർ പറ്റിച്ചിരുന്നത്. പണിക്കൂലിയില്ലാതെ സ്വർണം വാങ്ങാമെന്ന വ്യാജേന കസ്റ്റമർ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും നിക്ഷേപങ്ങൾ ഇവർ വാങ്ങുകയും അതിന് അനുസൃതമായിട്ടുള്ള ഒരു തുകയ്ക്ക് നിങ്ങൾക്ക് മൂല്യമുള്ള തുകയ്ക്ക് സ്വർണം നൽകാമെന്ന വാഗ്ദാനത്തോടെയാണ് ഇവർ ഓരോന്നും തുടങ്ങി വെച്ചിട്ടുള്ളത്. കൂടുതലായിട്ടും ഹലാലായിട്ടുള്ള സ്വർണം അല്ലെങ്കിൽ അതുപോലെ ഹലാലായിട്ടുള്ള കച്ചവടം മാത്രമാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. അതും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ് ഞങ്ങൾ ഈ ബിസിനസ് നടത്തുന്നത്. അവർ മാത്രം ഞങ്ങളുടെ കടയിലേക്ക് വന്നാൽ മതി എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിങ്ങളെല്ലാം തന്നെ ഇത് വിശ്വസിച്ച് ഇവരുടെ കടയിൽ ചെല്ലുകയും അതുപോലെ പണം നഷ്ടമായവർ ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ്. ഈ ഒരു അവസ്ഥയിൽ കസ്റ്റമേഴ്സിന് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ വാച്ച് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അൽമുക്താദിർ ജ്വല്ലറിയിലെ ആദായ നികുതി റെയ്ഡിൽ കേരളത്തിൽ മാത്രം കണ്ടെത്തിയത് 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ്. ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെ റെയ്ഡ് തുടരുകയാണ്. സംസ്ഥാനത്തെ 30 കടകളിലാണ് പരിശോധന. ജോഷി കുര്യനാണ് ചേരുന്നത്. ജോഷി, ഏതൊക്കെ രീതിയിലുള്ള വെട്ടിപ്പുകളാണ് ഈ അൽമുക്താദിർ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത്?
ഈ അൽമുക്താദർ ജ്വല്ലറി എന്ന സ്ഥാപനം കഴിഞ്ഞ കുറെ കാലങ്ങളായി കേന്ദ്ര ഏജൻസികളുടെ റഡാറിലുള്ള സ്ഥാപനമാണ്. നേരത്തെ കേന്ദ്ര GST അടക്കം ഈ സ്ഥാപനങ്ങളിലെ കച്ചവടം സംബന്ധിച്ച് ചില പരിശോധനകളും ചില നിരീക്ഷണങ്ങളും നടത്തിയിരുന്നു. ആദായ നികുതി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെ തിരുവനന്തപുരം യൂണിറ്റ് കഴിഞ്ഞ 3 ദിവസമായി സംസ്ഥാനത്തെ 30 ഷോപ്പുകളിലും ഒപ്പം തന്നെ മുംബൈയിലും ഒക്കെ തന്നെയായി റെയ്ഡും പരിശോധനയും നടത്തി വരികയാണ്. അതിൽ കേരളത്തിൽ മാത്രം 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. മണി ചെയിൻ മാതൃകയിൽ ഈ പുതിയ സ്വർണം, അതായത് സ്വർണം നേരത്തെ ബുക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മണി ചെയിൻ മാതൃകയിൽ ഏതാണ്ട് വലിയ തോതിൽ കോടിക്കണക്കിന് രൂപ ഇവർക്ക് ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് വ്യക്തിയാധിഷ്ഠിത കാര്യങ്ങൾക്ക് വേണ്ടി പേര് വകമാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ആദായ നികുതി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 370 മുതൽ 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് എന്നാണ് പറയുന്നത്. പല കടകളിലും, അതായത് പല ഷോപ്പുകളിലും പരിശോധന നടത്തിയപ്പോൾ അവിടെയൊന്നും കൃത്യമായ രേഖകളില്ല. വൻതോതിൽ കള്ളപ്പണം വെട്ടിച്ചിട്ടുണ്ട് എന്ന് ഇവർക്ക് കരുതുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ രേഖകൾ പരിശോധിച്ചപ്പോൾ വലിയ തോതിൽ പഴയ സ്വർണം അവർ വാങ്ങിയിട്ടുണ്ട്. 3 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിച്ചാൽ 30 ലക്ഷം എന്ന് കണക്കുണ്ടാക്കുന്ന രീതിയൊക്കെ തന്നെ ഈ സ്ഥാപനങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ അൽമുക്താദർ ജ്വല്ലറിയും ഒപ്പം തന്നെ മുംബൈയിലെ ഒരു ഗോൾഡ് പർച്ചേസ് സ്ഥാപനവും തമ്മിൽ ഇടപാടുകളുണ്ട്. യുണീക് ചെയിൻസ് എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര്. ഈ സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിലും 400 കോടിയുടെ തിരിമറി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ അൽമുക്താദർ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് നടത്തിയ 300 കോടിയുടെ തിരിമറിയാണ് ഈ യുണീക് ചെയിൻസുമായി ബന്ധപ്പെട്ട് കണ്ടെത്താനായത്. രാജ്യത്തിന് പുറത്തേക്കും ഇവർ വൻതോതിൽ കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി 50 കോടി രൂപയുടെ നിക്ഷേപം വിദേശത്തുള്ളതായി നിലവിൽ കണ്ടെത്തി. അതൊന്നും തന്നെ ഇവിടുത്തെ ഇൻകം ടാക്സ് റിട്ടേണുകളിലൊന്നും ഈ സ്ഥാപനം കാണിച്ചിട്ടില്ല. വൻതോതിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഇടപാടുകൾ ഇതുവഴി നടന്നു എന്ന് അവർ സംശയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കേരളത്തിൽ മാത്രം 30 ഷോപ്പുകൾ മുഖേന നടന്നു എന്നുള്ളതാണ് ആദായ നികുതി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അമ്പിളി, അടിപിടി എല്ലാം ഉണ്ടായ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പോലീസിനെ വിളിക്കുന്ന അവസ്ഥ വരെ അവർക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ വളരെ അതിവിദഗ്ധമായിട്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് ജനങ്ങൾ പറയുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. ഞാൻ 1 വർഷം മുമ്പ് ബുക്ക് ചെയ്തിട്ടാണ്. പണിക്കിഴിവ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടും ബിസിനസ് ലാഭം തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോധിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ എൻ്റെ മകളുടെ സ്വർണം ഇവിടെ നിഷേധിക്കാൻ കാരണമായത്. പക്ഷെ മകളുടെ വിവാഹ സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നിട്ട് ഇതുവരെയും സ്വർണമില്ല എന്ന് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞതാണ്. ഇതുവരെയും കിട്ടാതെ ഞാൻ വിഷമാവസ്ഥയിൽ കഴിയുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ സ്വർണം എനിക്ക് കിട്ടിയേ മതിയാവും. ഇവരെന്താ പറയുന്നത്? ഇവര് പറയുന്നത് വെച്ചാല് ഇവര് കട അടച്ചിട്ട് പോയിരിക്കുക. ഈ തിങ്കളാഴ്ച കട ഉറപ്പുള്ളെന്ന് പറയുന്നു. അപ്പൊ നമ്മളെ കല്യാണത്തിന്റെ കാര്യം ബുദ്ധിമുട്ടാവുമല്ലോ. അങ്ങനെ അതാണ് പ്രയാസകരമായി വരുന്നത്. അതുകൊണ്ട് ഇതിന് പരിഹാരം ഇന്ന് തന്നെ ഉണ്ടാക്കിയാലേ മതിയാവൂ. ഇവർ തട്ടിപ്പിനിറങ്ങിയത് ഖുറാനിലെ മഹത്തായ വാചകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. അൽ അമീൻ, അതുപോലെ അൽ മുക്താദിർ, അൽ നസീം തുടങ്ങിയ വേർഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഓരോ കടകൾക്കും പേരുകൾ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ ഹലാലായ സ്വർണം മാത്രമേ ഇവിടെ വിൽക്കുന്നുള്ളൂ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പണിക്കൂലിയില്ലാതെ ഇവിടുന്ന് സ്വർണം വാങ്ങാം, ഹലാലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഇവിടെ സ്വീകരിക്കുള്ളൂ എന്നുള്ള ബോർഡുകൾ വെച്ചിട്ടാണ് ഇവർ കസ്റ്റമേഴ്സിനെ ആകർഷിച്ചത്. അതുപോലെ ഖുറാനിലെ മഹത്തായ വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് തൊപ്പിയെല്ലാം വെച്ച് അവർ കസ്റ്റമേഴ്സിനെ പറ്റിക്കുന്ന രീതിയിൽ ഫോട്ടോ എല്ലാം അടിച്ചിറക്കുകയും അതുപോലെ നിക്ഷേപങ്ങൾക്ക് നിങ്ങൾക്ക് പല ഓഫറുകളും കൊടുത്ത ശേഷമാണ് കസ്റ്റമേഴ്സിനെ ഇതുപോലെ പറ്റിച്ചിട്ടുള്ളത്. ആയിരങ്ങളുടെ പൈസയാണ് ഇതുപോലെ നഷ്ടമായത്. കോടികൾ വില മതിക്കുന്ന ഇപ്പോൾ തന്നെ നമ്മൾ ഇൻകം ടാക്സ് ഗ്രേഡിൽ തന്നെ 400-ലധികം കോടി രൂപ ഇവർക്ക് ഇൻകം ടാക്സ് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിക്ഷേപങ്ങൾ വാങ്ങിയതിലും വളരെ തട്ടിപ്പ് ഇതിൽ കാണുന്നുണ്ടെന്ന് ഇൻകം ടാക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ വലിയൊരു തട്ടിപ്പ് കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു, വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് നിക്ഷേപകർ ഇങ്ങനെ വന്ന് കാലാവധി കഴിഞ്ഞ നിക്ഷേപകർ വന്ന് പൈസ ചോദിക്കുന്ന സമയത്താണ് ഇവർ നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. റീസെന്റ് അടുത്തിടെ നിക്ഷേപങ്ങൾ സ്വീകരിച്ച ആളുടെ പൈസകൾ ഉപയോഗിച്ച് ഇവർ ആ നിക്ഷേപങ്ങൾ കാലാവധി കഴിഞ്ഞ് അവർക്ക് ഈ ക്യാഷ് കൊടുത്ത് അവിടെ സോൾവ് ചെയ്യുകയായിരുന്നു. പിന്നെ ഇവരുടെ തട്ടിപ്പ് അറിഞ്ഞ ശേഷം ഈ നിക്ഷേപങ്ങൾ വരാതാവുകയും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലും എത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഓരോ ഷോപ്പുകളും ഇവർക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ കേരളത്തിലെ 30ഓളം ഷോപ്പുകൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിനെല്ലാം ഓരോ ഷോപ്പുകളിലും ഓരോ ഷോറൂമുകളിലും ഓരോ സിറ്റികളിലെല്ലാം 1, 2, 3 ഷോപ്പുകളാണ് ഇവർ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതേ ഓരോ ഷോപ്പിലും ഇവർക്ക് മാർക്കറ്റിംഗ് മാനേജേഴ്സ് മുഖേന ഇവർക്ക് നിക്ഷേപങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. അതെല്ലാം ഇപ്പോൾ കസ്റ്റമേഴ്സ് എല്ലാം ഇവരുടെ കടയിലേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പരാതിയുമായിട്ടാണ്
വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു നിക്ഷേപ തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. മാധ്യമങ്ങളിൽ എല്ലാം തന്നെ ഇതിൽ വന്നിട്ടില്ല. ഇത് ഇവരുടെ പരസ്യങ്ങൾ സ്വീകരിച്ച മനോരമ, മാതൃഭൂമി, മനോരമ പോലെയുള്ള പത്രങ്ങളിൽ ഇവരുടെ ഫസ്റ്റ് പേജിൽ തന്നെ വലിയ പരസ്യങ്ങൾ വന്നിരുന്നു ഇവരുടെ ജ്വല്ലറിയുടെ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പത്രങ്ങളിലും മറ്റ് അതുപോലെ ടെലിവിഷൻ ചാനലുകളിലും ന്യൂസ് ചാനലുകളിലും അധികം ആരും കേൾക്കാത്തൊരു ന്യൂസ് കൂടിയാണ് അൽ മുക്താദിർ ജ്വല്ലറിയുടെ ഈ ഒരു നിക്ഷേപ തട്ടിപ്പ്. അൽ മുക്താദിർ ജ്വല്ലറിയുടെ ഈ നിക്ഷേപ തട്ടിപ്പിനെ കുറിച്ച് മറുനാടൻ മലയാളി ഷാജൻ സ്കറിയ വളരെ വലിയ ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം 2 ആഴ്ച മുമ്പ് ഈ ന്യൂസ് നൽകിയിരുന്നു. ഒരു വർഷം മുമ്പേ ഇദ്ദേഹം ഈ ന്യൂസ് കൊടുത്തിരുന്നു. ഇവർ നിക്ഷേപ തട്ടിപ്പാണ് നടത്തുന്നത്, അതുകൊണ്ട് ഇവരെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു ന്യൂസ് ഇട്ടിരുന്നു. പക്ഷെ അതെല്ലാം ഈ മുസ്ലിങ്ങളെ തകർക്കുവാനോ അതുപോലെ നമ്മുടെ മുസ്ലിങ്ങൾ തുടങ്ങിയ ഈ സ്ഥാപനത്തെ തകർക്കുവാൻ വേണ്ടി ഞങ്ങൾ മെനഞ്ഞുണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് അവർക്കെതിരെ പ്രതികരണം നടത്തുകയായിരുന്നു. അത് ഈ കൂടിയ കസ്റ്റമേഴ്സും അതിന് കൂട്ടുനിന്നിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ അത് ശരിക്കും വെളിപ്പെടുകയാണ്. എന്താണ് അതിൽ സത്യമുണ്ടായതെന്ന് ഇപ്പോൾ തെളിഞ്ഞ് വരികയാണ്. ഇന്ന് കുറെ കസ്റ്റമേഴ്സ് അവരുടെ പല ഷോറൂമുകളിലും പോയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയായിരുന്നു. പല കസ്റ്റമേഴ്സും കടയിൽ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. ആ വീഡിയോ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നതാണ്. വച്ചിട്ട് പോയാൽ മതി ഇവിടുന്ന്. പോലീസിനെ വിളിക്കണം. അയാൾ പാലക്കാട് എത്തുമ്പോൾ തന്നെ പാലക്കാട് ഷോപ്പ് അടച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇവർ ഇവിടുന്ന് അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് കളിപ്പിക്കുന്ന പോലെയാണ് എല്ലാവർക്കും മനസ്സിലായത്. അങ്ങനെ പാലക്കാട് ഷോപ്പ് അടച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവരെ കൂടെ ഉണ്ടായിരുന്നു, അച്ഛൻ്റെ കൂടെ അല്ല, ഈ പാലക്കാട് പോയി എന്ന് പറഞ്ഞാൽ അവിടെ കൂടെ ഉണ്ടായിരുന്ന വേറെ ആളെ എടപ്പള്ളിയിലോട്ട് പറഞ്ഞിട്ട് അങ്ങനെ എടപ്പള്ളിയിൽ പോയപ്പോഴത്തേനും ഷോറൂം അടച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ആ ഷോറൂമിന് ആര് പറഞ്ഞു അവിടെ നിന്ന് എടുത്ത അഗ്രിമെന്റ് ആയതുകൊണ്ട് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല, ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല. എന്താ പറയുക, അവിടെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു, ഇവരെ കൂടെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ നമ്പറൊക്കെ വിളിച്ച് നോക്കിയപ്പോഴത്തേനും അവരിൽ ഒരു 2 ആൾക്കാരായിട്ട് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ പോയപ്പം ആദ്യം ഷോറൂം തുറന്നില്ലായിരുന്നു, പിന്നെ ഷോറൂം തുറന്നു വെച്ചാൽ ഇവരെന്തോ സെക്യൂരിറ്റിനെ പിടിച്ചടിക്കും, അങ്ങനെ എന്തോ അവിടെ സംഘർഷമായിട്ട് വേറെ ഏതോ സ്ഥലത്ത് നിന്ന് മാനേജർ വന്ന് ഷോറൂം തുറന്ന് അങ്ങനെ ഷോറൂം ഉച്ചയ്ക്കാണ് തുറന്നത്. അപ്പോൾ ഉച്ചയ്ക്കാണ് തുറന്നതെന്ന് ഞങ്ങൾ ഇന്നലെയാണ് അറിഞ്ഞത്. അപ്പോൾ അന്നേരം ഞങ്ങൾക്ക് കോഴിക്കോട് നിന്ന് ഉച്ചയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ഷോറൂം പൂട്ടാനാകുമ്പോഴേ അവിടെ എത്തുള്ളൂ. അപ്പോൾ പോയിട്ട് കാര്യമില്ല, അതുകൊണ്ട് അവർ പോയില്ലായിരുന്നു. അങ്ങനെ അന്ന് കുറേ പേര് അവസാനമായപ്പോഴത്തേക്കും അവിടെ ഗോൾഡില്ല എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ ഇന്ന് കുറെ പേർ അവരുടെ ഷോപ്പിൽ ചെല്ലുകയും അവിടെ സ്വർണ്ണമില്ലാത്തതിനാൽ ഈ തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട് വരെ പോയ ഒരു കസ്റ്റമേഴ്സിന് സ്വർണം അവിടെ ഷോറൂമിൽ പോയാൽ ലഭിക്കും എന്ന് പറഞ്ഞിട്ട് പാലക്കാട് ചെന്നപ്പോൾ അവിടെയും ഷോറൂം അടച്ചിരിക്കുകയാണ്. അവിടുന്ന് തിരികെ മറ്റു സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. അങ്ങനെ ഒരു കസ്റ്റമേഴ്സിന് അതുപോലെ ഒരു അനുഭവം ഉണ്ടായി. അതും ഈ നിക്ഷേപ തട്ടിപ്പിന്റെ ഭാഗമായിട്ടാണ് ഇവർ കസ്റ്റമേഴ്സിനെ കളിപ്പിക്കുന്നത്. ഇതിന്റെ ഓണറായിട്ടുള്ള ആള്, നിക്ഷേപ തട്ടിപ്പിന്റെ ഈ ഡയറക്ടർ, ഇതിന്റെ ഓണർ ഇപ്പോഴും വെളിയിൽ വന്നിട്ടില്ല, പുറത്തു വന്നിട്ടില്ല. അയാൾ ഒളിവിലാണ്. അദ്ദേഹം ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. ഈ സ്വർണ്ണ തട്ടിപ്പിൽ നിക്ഷേപകർ ഓരോ ജ്വല്ലറിയിലേക്കും ഓടുന്നതിനിടെ അവർ എല്ലാ ജ്വല്ലറിയും ചെക്ക് ചെയ്യുന്നുണ്ട്, അവിടെ സ്വർണ്ണമുണ്ടോ. പക്ഷേ അവിടെയൊന്നും ഒരു ജ്വല്ലറിയിലും ഒരു സ്വർണവും കാണാനില്ലെന്നാണ് കസ്റ്റമേഴ്സ് അവകാശപ്പെടുന്നത്. ഈ നിക്ഷേപ തട്ടിപ്പിൽ അവരുടെ മറ്റ് സ്ഥാപനങ്ങളും എല്ലാം ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് എൻട്രി ചെയ്യാൻ സാധിക്കും. ചില സ്ഥാപനങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ സ്വർണങ്ങളൊന്നുമില്ല. അതേ അവസ്ഥയിലാണ് ഇപ്പോൾ അൽ മുക്താദിർ നീങ്ങുന്നത്. ഇനി ഇത് പുറത്തു വരാൻ സ്വർണ്ണ നിക്ഷേപകർക്ക് തിരിച്ച് ഞങ്ങൾ സ്വർണം നൽകുമെന്ന വാഗ്ദാനം പല മൂലകളിൽ നിന്നും അവർ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള സംസാരവും അതുപോലെ റിപ്പോർട്ടിംഗ് എവിടെ നിന്നാണ് വരുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഈ ഇദ്ദേഹം ഒളിവിലാണ്. അത്രയും ആണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനിയും വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളിലെല്ലാം ഇതിന്റെ ചർച്ചകൾ വരാൻ ചാൻസ് ഉണ്ട്. നിർബന്ധമായും കസ്റ്റമേഴ്സ് ഇതൊരു കംപ്ലൈന്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ തുനിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കേസായി മാറാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ ഓണറായിട്ടുള്ള അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് നിയമം പോകുന്നുണ്ട് എന്നാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോയിട്ട് വരാം. നിങ്ങൾ റിപ്പോർട്ടും വാർത്തകളെല്ലാം കേട്ട് കാണുമല്ലോ. അൽ മുക്താദിറിന്റെ ഒരു ജ്വല്ലറിയിലും ഇപ്പോൾ ഫിനാൻസ് പരമായിട്ട് ഇടപാടുകളും മറ്റും ഒന്നും നടക്കുന്നില്ല. ഇതിനു മുൻപ് ഇവർ GST വെട്ടിപ്പ് നടത്തിയിട്ടാണ് ബില്ലുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. GST കറക്റ്റായിട്ട് ഇവർ കൊടുത്തിരുന്നില്ല എന്നൊരു റിപ്പോർട്ടും
ഇൻകം ടാക്സിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡ് നടക്കുവാനും സാധ്യമായത്. ഇതിന്റെ പുറകിൽ തന്നെ മറ്റ് പണിക്കൂലി ഇല്ലാത്ത രീതിയിൽ സ്വർണം വാങ്ങുന്ന രീതിയിൽ ആളുകളെ പറ്റിച്ച് ആണ് ഇവർ നിക്ഷേപങ്ങൾ കൂടുതലും വാങ്ങി കൂട്ടിയത്. അതുകൊണ്ട് തന്നെ അതെല്ലാം തിരിച്ചു കൊടുക്കാനുള്ള ആളുകൾ കാലാവധി കഴിഞ്ഞിട്ടും പണം തിരിച്ചു കൊടുക്കാനുള്ള ആളുകൾക്ക് ഇവർക്ക് കറക്റ്റായിട്ട് പണം തിരിച്ചു കൊടുക്കാൻ സാധിച്ചതുമില്ല. ഈ രീതിയിലാണ് ഇത് അടിയറ വെക്കേണ്ടി വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതുപോലെയുള്ള നിക്ഷേപ തട്ടിപ്പുകളിൽ നമ്മൾ ചെന്ന് പെടുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പണിക്കൂലിയും അതുപോലെ ടാക്സ് രജിസ്റ്റർ ചെയ്യാത്ത ബില്ലുകളും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. പണിക്കൂലിയില്ലാതെ സ്വർണം കൊടുക്കുന്ന വ്യാജേന നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഓടിച്ചെല്ലുമ്പോൾ അതിലെന്തെങ്കിലും ചതി ഉണ്ടാകുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ സ്വർണത്തിന് കൂടുതൽ വില ആയതിനാൽ ഏത് സമയത്തും നമ്മൾ വഞ്ചിക്കപ്പെടാമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമ്മൾ പല കുരുക്കുകളിലും ചെന്ന് പെടുന്നതിന് മുമ്പ് നമ്മൾ ഒരു 100 വട്ടം ആലോചിച്ച് മാത്രമേ ഇതുപോലെയുള്ള സംരംഭങ്ങളിലും ജ്വല്ലറികളിലും പോയിട്ട് നമ്മൾ നമ്മുടെ ക്യാഷ് കളയാതെ സൂക്ഷിക്കുക. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ വാച്ച് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ടോപ് ട്രേഡേഴ്സിന്റെ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നവരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ടോപ് ട്രേഡേഴ്സ്.